അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മീഡിയ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. ഗൈസ് ട്രിപ്പ് പോണ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ജർമ്മനിയിലാണ്. നിങ്ങൾ അവസാനം വരെ കാണണം വീഡിയോ. ഗൈസ് നമുക്ക് ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ് നമ്മളെ ചാനൽ. നമുക്ക് വിഷമമുണ്ട് ഗൈസ്. ആദ്യം ഇറങ്ങിയ വീട്. അപ്പോൾ ഗൈസ് നമ്മളത് സ്റ്റോറിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പോണാക്കി തിന്നോണ്ട് വല്ല ലേസാല് വാങ്ങണം. അത് വാങ്ങിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മൾ ലേസും കുറേ സ്പ്രൈറ്റും കൊക്കോളയും ബസ്സി കാണിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ വണ്ടി വളയ്ക്കാം. ഗൈസ് പുറത്തെ ശബ്ദം നിങ്ങളാരും കാര്യമാക്കണ്ട ഗൈസ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്താ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. എന്താണ് എന്തോ ഇന്ന് ആൾക്കാരൊന്നും അങ്ങനെ വെളിയിൽ കാണുന്നില്ല. എല്ലാവർക്കും ഭ്രാന്തായി കാണും ഗൈസ്. എന്നാൽ രാവിലെ എണീറ്റ് നടക്കണേണ് മനുഷ്യ. ഒരു കാര്യത്തിന് പോകുമ്പോൾ 2-3 പേരെ കാണുമ്പോൾ ഇത്തിരി ഗുഡ് ബൈ പറയാമെന്ന് വിചാരിച്ച അവന്മാരൊന്നും റോട്ടിൽ കാണൂല. അയ്യ എല്ലാവരും കൂടെ അത് ഇവിടെ കൂടിയിരിക്കുകയാണല്ലേ. പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലേ. എന്തൊരു തൂങ്ങക്ക സോംബി. അപ്പോൾ പ്ലീസ് അന്ന് കഴിഞ്ഞല്ലേ. റഹ്മാനെ പെട്ട് പടച്ചോനെ. എൻ്റെ ജർമ്മനി ട്രിപ്പ് കുന്തം. വണ്ടികളെ ഷാജിയേട്ടാ. തീർന്നു ഞാൻ തീർന്നു. ചത്രാവനെ സംഭവിക്കില്ല. എനിക്കൊന്നും പറ്റില്ല. ഇവന്മാർ ഇത്രയും പേരെ ഞാനാണ് കൊന്ന. എങ്ങനെയാണോ എന്തോ ഒരു പിടിത്തവും ഇല്ല. മോനെ വണ്ടിയിൽ പോയി കയറാ. ഇവന്മാരുടെ അടുത്തടുപ്പിക്കില്ല. വണ്ടി പറപ്പിച്ചോ ചേച്ചി. പിന്നെയും എന്ന് പറഞ്ഞാണ് കയ്യിൽ. ഇവന്മാരാണെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് എന്നെ വിടാതെ ആക്രമിക്കണേ. ഇവന്മാരെ ഞാൻ തീർത്തിട്ടേ പോവും. തീർക്കാതെ പോവും. തീർക്കാതെ പോവും. അയ്യോ എവിടെയെങ്കിലും പോയി. രണ്ടെണ്ണം ബാക്കിൽ കയറി ഇരിപ്പുണ്ട് വണ്ടിയോ. നിന്നെയൊക്കെ ലാബിൽ കൊണ്ടുപോടാ. അത് നിന്നെ കൊന്ന് കുഴിച്ചു കൊണ്ടുപോകും. അയ്യോ ഗൈസ്, ഇനിയാണ് നമ്മുടെ തനിക്കണോമാരറിയാൻ പോണത്. പാട്ടൊക്കെ കേട്ടണം. വണ്ടിയുടെ കൊണ്ട് ചാടിക്കയറി പൊട്ടാ. കുഴപ്പമില്ല. സ്നൈപ്പർ ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും സ്നൈപ്പർ. തലമണ്ട കിട്ടുന്നു കൊടുക്കട്ടെ. അവിടെ കിട ഇവൻ്റെ നെഞ്ചിനും കുടിച്ചു കൊടുക്കട്ടെ. പൊട്ടാക്കിടക്കണം. അവിടെ കിടക്കട. നീന്ത വീഴാത്ത നീന്ത വീഴൂലേ. ഒരു 2 ഇനി നിനക്കും ഇവൻ്റെയൊക്കെ തല കൊണ്ടൊക്കെയാണ് കൊള്ളണം. എന്നിട്ട് അവന്മാർക്കും വീഴുന്നില്ല. നിൻ്റെ ദേഹത്തിൻ്റെ കൊള്ളുന്ന നിൽക്കുന്നില്ല. തറയെ കൊള്ളുന്നില്ല. ഇവന്മാരുടെ ദേഹത്താണ് കൊള്ളണം. എന്നാൽ ഇവന്മാരെ ഉന്നം വെച്ച് അടിച്ചിട്ടുണ്ട്. അല്ല തറയെ ഉന്നം വെച്ച് അടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവന്മാരുടെ ദേഹത്തെ കൊള്ളോള്. ഇവന്മാർ ഉന്നം വെച്ച് അടിച്ചാൽ ഇവന്മാരുടെ ദേഹത്ത് കൊള്ളൂല. ഇത്രയും ഉണ്ട്. ഇനി ഇതിനൊക്കെ എന്തൊരു ഇതൊക്കെ എന്ത്. അയ്യോ എൻ്റെ പ്ലെയിൻ. എടാ ദുഷ്ടന്മാര് സോംബിയെ. നീയൊക്കെ എൻ്റെ ട്രിപ്പ് മുടക്കിയിട്ട് നീയൊക്കെ നിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. കാണിച്ചു തരാടാ വണ്ടി വളാ. നിക്കടാ വിടാ.
വണ്ടി ഞാൻ സ്റ്റോപ്പായിട്ട് ഓടിയും. നീയൊക്കെ പോടാ. ഒന്ന് വെളിയിൽ സ്പ്രെഡാവാതിരുന്നാലും മതിയായിരുന്നു. ഗൈസ്, എനിക്ക് തോന്നുന്നത് ഭാഗ്യത്തിന് എയർപോർട്ടിൽ മാത്രമേ സ്പ്രെഡായിട്ടുള്ളൂ. അതിനൊക്കെ നമ്മൾ തീർത്ത്. നമുക്കൊരു പേരൊക്കെ കിട്ടി, സോംബീനെ അത്രയും കൊന്നവനൊക്കെ. എന്താ ഒരു സ്ഥലം വെളിയിൽ സോംബിയാ. കൂട്ടുകാരനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഹലോടാ, അവൻ്റെ കോളെന്താ എടുക്കാത്ത? ഹലോടാ, അവൻ്റെ കോളം അങ്ങനെ എടുക്കാത്തല്ല കൈസ്. അവൻ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ എടുക്കണതിന് കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹലോടാ, സോംബീസാ അറ്റാക്ക് ചെയ്യുന്നോ പിന്നെ? നീ എവിടെയെങ്കിലും കയറി വിളിച്ചിട്ട് ഇവിടെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കാൻ നോക്കുന്നു. കൈസ് അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെ ഇവിടെ സോംബീസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മളടുത്ത് അവൻ്റെ രക്ഷിക്കാൻ വരുമെന്നാണ് ചോദിച്ചത്. നമ്മൾ പറയണം നീ എവിടെ ഇട്ടാണ് ഉള്ളതെന്ന് നമ്മൾ ചോദിച്ചു. അത് വിചാരിച്ച് നമ്മളെ രക്ഷിക്കാനാണ് ഗൈസ്. അവൻ നമ്മുടെ മറ്റേ അവിടെയാണ്, നമ്മളെ ഓൾഡ് കാർ ഷോറൂമിൻ്റെ അവിടെയാണ്, ഇവിടെ അടുത്ത് അവൻ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ ഷോറൂമിൻ്റെ അകത്ത് വരെ വിളിച്ചിരിക്കുക. എനിക്കൊന്നും വയ്യ അവനെ പോയി പിക്ക് ചെയ്യാൻ. ഇങ്ങനെ സ്ലോ മോഷനിൽ പോയാൽ വണ്ടി ഒരു സ്പീഡിൽ എടുക്കാൻ പറ്റൂ. പിന്നെ നീയൊക്കെ എൻ്റെ കൂട്ടുകാരന് മര്യാദയ്ക്ക് എന്നെയും കൂട്ടുകാരനെ ജീവിക്കാൻ ശ്രമിക്കില്ലടാ. ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടി ഇങ്ങനെ നീയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴേ ഒരു ബോംബ് വെച്ചിട്ടൊന്ന് പൊട്ടിച്ചളഞ്ഞാണ്ടല്ലേ നീയൊക്കെ തീരും കേട്ടാ. ഇനി എല്ലാ എണ്ണത്തിനെയും എൻ്റെ അടുത്തോട്ട് ഞാൻ കൊണ്ടുവരും. ഹായ് മോനെ, ഹായ്. ഫാൻസാണ് വണ്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അയ്യോ മക്കളെ, ഫാനൊന്നുമല്ല. നീയൊക്കെ പോടാ, ഇപ്പം നീയൊക്കെ തീരുവടാ. നിൻ്റെ കൂട്ടുകാരൻ്റെ ദേഹത്ത് ഞാൻ ബോംബാണ് വെച്ചേക്കുന്നത്, അല്ലാതെ ബോംബിൻ്റെ വേറെ ആരുമൊന്നുമല്ല. സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ്. ആ സ്റ്റിക്കി ബോംബ് വെച്ച കൂട്ടുകാരെന്താ നിൻ്റെ ഒന്നും മര്യാദ? മാർക്കൊക്കെ എന്ത് വല്ല അപായ ശക്തിയുണ്ടാകും. ഞാൻ കുറേ പ്രാവശ്യമായി ആക്ടിവേറ്റ് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നില്ല ഇതുവരെ. നിന്നെയൊക്കെ ഇനിയിപ്പോൾ കൊന്നു കൊണ്ടുവരുമല്ലേ. ഗീസ് നമ്മൾ കൂട്ടുകാരനെ നമ്മൾ വിളിച്ചിരിക്കാൻ പറഞ്ഞല്ലേ ഗീസ്. എന്തായാലും പാവം അവൻ. ഞാൻ ഇരിക്കും നമുക്ക് പെട്ടെന്ന് പോയി അവനെ അങ്ങ് പിക്ക് ചെയ്യാം ഗീസ്. നമ്മുടെ വാഷ്റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടോട്ട് ആ പന്നകളൊന്നും കയറില്ല, അതുകൊണ്ട് ഭാഗ്യം. ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിലേതിലാണ് അതിൻ്റെ അകത്ത്. ഹലോടാ, ഇവിടെ നിന്ന് കളിയാക്കുന്നില്ല. ഹലോ, അങ്ങനൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഹല്ലോ എന്ന് വിളിച്ച അപ്പം ഉറച്ചിക്കൊണ്ട് ഹല്ലോ ഇളയൊന്നും ഇല്ല അവൻ. ഹലോ കേസ് ഇതിൻ്റെ അകത്തുണ്ടോ? അവനെ കയറ്റണം കേസ്, കയറ്റിയിട്ടാണ് കേസ്. അവനെ ഞാൻ വണ്ടിക്കകത്തേറ്റ് വളച്ചുകൊണ്ടിരിക്കും. നമ്മളെ പ്രഭാകരനിവിടെ മറ്റേ നമ്മളെ പുതിയ കാർ ഷോറൂമിൻ്റെ അകത്ത് വിളിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവനെ ഇനിയിപ്പോൾ പിക്കണം. രണ്ടെണ്ണം ബാക്കിലാണ്, കാരണം വണ്ടി കയറി സോംബിയുടെ അറ്റാക്ക് വല്ലതും കൊള്ളാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വിളിച്ച് ബാക്കി ഇരുത്തി രണ്ടിനെയും. ഇപ്പോൾ കേസ് അവനാണ് നമുക്ക് അകത്തെ ക്യാമറയിൽ വ്യൂ ഒക്കെ എടുത്തിരുന്നു. ളിയാ ഇതൊരു വമ്പ സോംബി എസ്കേപ്പിംഗ് ആണ്. നമ്മളെ കിട്ടിയത് അതിന് പറ്റിയ വണ്ടി തന്നെ, ടാറാണ് കേസ്. എൻ്റെ മോനെ ഇപ്പം എമ്പീടിയ കുമ്പിടിയ ആരായാലും പിടിച്ചിട്ട് പറ്റുമായിട്ട് ഒരു സീനുമില്ല. അതായിരുന്നു ഒരു വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവന് എസ്കേപ്പ് ചെയ്യാൻ വയ്യ, അതാ സൂപ്പർ കാറൊക്കെ നശിക്കുന്നു. അതിൻ്റെ ഇടയിലും അവന് വണ്ടി സ്നേഹമേ ഉള്ളൂ കേസ്. അവനെ കയറ്റണം.
പെട്ടെന്നൊന്ന് കയറ്. അവൻ കയറി ഇരുന്നിട്ടുണ്ട്. പ്രഭാകര നിനക്കത്തിരി സ്പീഡ് വേണം കേട്ടാ. നമ്മളതാനെ ഇടിച്ച് തെറപ്പിക്കുകയാണ് ബാക്കി എല്ലാണത്തിന് അവനെയൊന്നും. അയ്യോ, പ്രഭാകരനും വണ്ടിയും കൂട്ടുകാരനും. ശനിച്ചോ മോനെ, ഞമ്മൾ ഷോറൂമിൽ അടുത്തെടുക്കണം. പെട്ടെന്ന് ഒരു വണ്ടി എടുക്കാം. ഇനിയിപ്പോൾ അവന്മാരെ പാടായി. അവന്മാരെന്തായാലും എവിടെയോട്ടെങ്കിലും ഒക്കെ പോട്ട്. നമുക്കതിൽ വിഷമമുണ്ട്. നമ്മളെ കൂട്ടുകാരന്മാരാണ് അവന്മാർ പോണത്. നമുക്കിവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പറയാൻ കേസ് സ്പീഡിന് പോകേണ്ടി വരും. ഇപ്പോൾ വണ്ടി നോക്കിക്കൊണ്ട് നിന്ന സമയം കിട്ടൂലേ. ഈ മസ്താങ് തന്നെ എടുക്കാം. പെട്ടെന്ന് പോയി മസ്താങ്ങിൻ്റെ ഫ്രണ്ട് ഇതില്ലല്ല. ചേട്ടോ മോനെ, ഇതെന്താണ് സോംബിയുടെ കൂട്ടം. ആലാക്കിൻ്റെ അവലും പൊടിയാവും ഇപ്പം എല്ലാ സോംബികളും. ലോല നീയൊക്കെ ഒന്ന് തീരുവണം. അത്രയേ ഉള്ളു. നമ്മളിതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കാൻ മതിക്കുക. പുതിയ നല്ല സൂപ്പർ കാറാണ്. തലക്കേരുന്ന നിനക്കൊക്കെ കൊള്ളാം. ഇടയൊന്ന് പോടാ നീയൊക്കെ. എന്താ പ്രാന്തന്മാർ. ഉമ്മാർ രണ്ടെണ്ണം വിട്ടു പോകണില്ല കേട്ടാ. രണ്ടെണ്ണം കൊടുത്തിട്ട് തന്നെ പോവാം. നിനക്കുള്ള മുട്ട പപ്സും പോയി ഇല്ലടാ അവിടെ കൂടാ. നിനക്കും നമ്മൾ പ്രഭാകരനും അവനൊക്കെ എവിടെയാണോ എന്തോ. സ്ഥാനം ഇത്തിരി സ്പീഡുള്ള വണ്ടിയുണ്ട്. പിന്നെ കുഴപ്പമില്ല. എനിക്ക് വന്ന് അവന്മാർ വണ്ടി എടുത്ത് പൊള്ളന്ന് പോയിരുന്നു. നമ്മുടെ വീട്ടിൽ കൊല്ലുമ്പോൾ ഒളിച്ചിരിക്കാന്ന് വിചാരിച്ച വീടിനകത്ത് സോംബികളാണ്. നമുക്കിപ്പോഴേ സോംബികൾ വരാത്തൊരു സ്ഥലമുണ്ടാവും. അതിൻ്റെ അകത്ത് കയറി സേഫായിട്ട് തൽക്കാലത്തേക്ക് ഇരിക്കാൻ. എന്നിട്ട് നമ്മുടെ പ്രഭാകരനെ ഒന്ന് വിളിച്ചു നോക്കാം അവന്മാരെവിടെയുണ്ട്. കേസ് നമുക്കൊരു കോള് വരുന്നുണ്ട്. നമ്മളെ പ്രഭാകരൻ്റെ ആയിരിക്കും കേസ്. ഇവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് എടുത്ത് നോക്കാം. ഹലോ പ്രഭാകര, നിങ്ങൾ അവിടെ ഉണ്ടോ? ഇപ്പോൾ വരാം കേട്ടോ. സ്പീഡിന് വരാം. എപ്പോൾ വരാം പ്രഭാകര? എപ്പോൾ വരാടാ? കേസ് നമ്മുടെ പ്രഭാകരന്തോ ഇവിടെ ഇരിപ്പോണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ്. വണ്ടി സ്ലോ മോഷന് കൂട്ടുകാരനെ രക്ഷിക്കാൻ പോണേന്. ചുലബിറുക്കും എൻ്റെ നண்பനെ പോലെ ആരുമില്ലേ இந்த ഭൂമിയിലെ. പ്രഭാകരനെ എന്നെപ്പോലൊരു കൂട്ടുകാരനെ കിട്ടാൻ പ്രഭാകരൻ പുണ്യം ചെയ്തവനാവണം. പറന്ന് കിട്ടോ. എണ്ണ തലപതി അവന്മാരുടെ വണ്ടിയൊക്കെ അവന്മാരുടെ അടുത്ത് തോട്ടിയിട്ടുന്നേ. വണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉമ്മരെ ഓടി വന്നാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ്. ഇതിലൊരാൾക്ക് കയറാൻ പറ്റും. ആ ബാക്കിൽ സീറ്റുണ്ട് വണ്ടിയുടെ. സീറ്റ് മടക്കി കയറിക്കോളമായി. പെട്ടെന്നായി സീറ്റൊക്കെ മടക്കാൻ അങ്ങനെ കയറി. ഈ പോട്ട സ്വന്തം ഞാൻ തീർക്കും കേട്ടോ. അവര് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡിന് എങ്ങോട്ടെങ്കിലും സോംബീസ് ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് വിട്ട് പിടിക്കാം. ഒരു ഐഡിയ കേസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം സ്ഥലം എനിക്കറിയാം. അവിടെ പോവാം. അതിൻ്റെ മണ്ടയിലോട്ടൊന്നും സോംബികൾ കയറി വരില്ല. ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ സ്ഥലം മനസ്സിലായി കാണും. അവിടെ തന്നെ കേസ്. ഇവിടെ ഒന്നുമില്ല. പ്രഭാകരനും എൻ്റെ കൂട്ടുകാരനെന്താ മറ്റേ വാജിനൊരു പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണത്തിനും 2 പെട കിട്ടാത്തതിൻ്റെ അസുഖമാണ്. മനുഷ്യ ഇവിടെ ചാവാൻ പോണ്. അപ്പോഴാണ് എൻ്റെ അജിനൊരു വലിയ അരിസമസില്ല പാട്ട് ഇങ്ങനെ പറപ്പിച്ചടിയാൻ കേസ്.
എത്തിയില്ല. ഇതിൻ്റെ ഉണ്ടെ കൂടെ കയറാം. വഴി ഇരിക്കുകയല്ലേ. പെട്ടെന്ന് കയറ്. അവര് പിടിച്ചാണ് ഇരിക്കുന്നത്. ഈ വണ്ടി ഏത് സമയം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പറ്റും. ആ ഒരവസ്ഥയിലാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മൾക്കാണെങ്കിൽ വണ്ടീനെ കുറിച്ച് നല്ലോണം അറിയാം. പക്ഷേ വണ്ടി ശരിയാക്കാം എന്ത് വന്നാണ്. അയ്യോ നമ്മൾ വണ്ടി പുകയുന്നു. ഞാനിപ്പോൾ ഇറങ്ങി നോക്കിയിട്ട് കയറി. ഇപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. പ്രഭാകരനാണെങ്കിൽ ടൂൾസും എടുത്തില്ല. എല്ലാം കൂടെ ഒരു പെട്ട അവസ്ഥയായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചാടാം. അപ്പുറത്ത് പോയി ചാടാം. ഇപ്പുറത്തൊന്ന് ചാടിയാൽ ഇത്തിരി പറന്ന് ഇങ്ങോട്ടെത്താറ്റു. ആ വന്ന ഷോട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് വന്നിരുത്തനെ അടിച്ചത് കിട്ടുക. രണ്ട് കണ്ടെയ്നറാണ് ഞാൻ ഒറ്റയ്ക്ക് ചാടിക്കിടന്നത്. അയ്യോ പിന്നെയും ചത്തില്ല. പെട്ട് ഇവിടെ ഇങ്ങനെ സോംബീസൊന്നും ഇല്ലല്ലോ. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഒരു വണ്ടി ഒപ്പിക്കണം. ഇവിടെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചാൽ അവർ വരും. അവന്മാരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയാൽ പോരെ. ഫയർഫോഴ്സിനെ വിളിക്കാം കേസ്. പെട്ടെന്ന് ഇറങ്ങി ഏറ്റവും ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. അവിടുത്തെ ഫയർഫോഴ്സിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 5 കോൾ. ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? ഇവിടെ ഒരു സർവീസിൻ്റെ ആവശ്യമുണ്ട്. പെട്ടെന്ന് വണ്ടി കൊണ്ടുവരും. പെട്ടെന്ന് കൊണ്ടുപോവാ. നമുക്കെല്ലാവർക്കും കൂടെ എസ്കേപ്പ് ആവും ഒരുമിച്ച്. സമ്മതിച്ചേ അമ്മ ഒരു വണ്ടി കൊണ്ടുവരട്ടെ. അമ്മ ഒരു വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു അച്ഛ വണ്ടിയാണ്. ഒച്ചെന്ന് പറഞ്ഞ ഭൂലോക ഒച്ച. ഇതിലാകുമ്പോൾ കുറേ ആൾക്കാരെ പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. വലിയ വണ്ടി കൊണ്ടാണ് ഞാൻ ഫയർഫോഴ്സിനെ തന്നെ വിളിച്ചത്. ഫ്രണ്ടിലും 5-6 പേര് ഇരുത്താം, ബാക്കിലും 5-6 പേര് ഇരുത്താം, ബാക്കിൽ 10 മിനിറ്റ് വരെ ഇരുത്താം. ഫുൾ സെറ്റപ്പ് വണ്ടി കൊണ്ടാണ് അവന്മാർ വന്നേക്കുന്നത്. ഇതിവിടുത്തെ തന്നെ ഏറ്റവും പവർഫുൾ ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ്. മണ്ടയിൽ ക്യാമറയൊക്കെ ഉണ്ട് ഗൈസ്. അതാണ് നമുക്ക് നിരീക്ഷിക്കാനുള്ള ക്യാമറ. എവിടെയൊക്കെ സോംബീസ് ഉണ്ടെന്നൊക്കെ ഇത് സൂം ചെയ്ത് നോക്കും ഗൈസ്. ഫ്രണ്ടിലോ ക്യാമറയൊക്കെ കണ്ട. ഫ്രണ്ടിലും ഉണ്ട് ക്യാമറ, മണ്ടയിലും ഉണ്ട് ക്യാമറ. ഫുൾ സെറ്റപ്പാണ് വണ്ടി. സീൻ വണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും വണ്ടി ഒരു പീരങ്കി ഇടുന്ന സാധനം ഒന്നാണ്. ഇല്ല പീരങ്കി ഇടുന്നില്ല ഗൈസ്. ഭയങ്കര എത്ര ദൂരം വേണമെങ്കിലും സൂം ചെയ്ത് നോക്കാൻ പറ്റും ഗൈസ്. ബൈനോക്കുലറാണ്. അപ്പം ഗൈസ് എന്താ വണ്ടിയും കൊണ്ട് അവരെ ഇടിച്ച് തെറിപ്പിച്ച് പോവുകയല്ല. അവന്മാരെയൊക്കെ പതുക്കെ ഇടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. യവന്മാരൊന്നും വീഴണ അറിയതുപോലും ഇല്ല ഗൈസ്. അറിയത്തുപോലും ഇല്ല. യവന്മാരൊന്നും വീഴുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ എന്ത് പറ്റി? വേസ്റ്റഡ്. ബൈ ബൈ ഗൈസ്. ധാരാ